എല്ലാവർക്കും നമസ്കാരം. ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ട്രിഗണോമെട്രി, ത്രികോണമിതി. ട്രിഗണോമെട്രി അതിൻ്റെ മലയാളം ത്രികോണമിതി. ട്രിഗണോമെട്രിയുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അതിന് കൺസിഡർ എ ട്രയാങ്കിൾ, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ. ഇതിൽ ഒരു ആംഗിള് റൈറ്റ് ആംഗിൾ ആണ്, അതായത് 90 ഡിഗ്രി ആണ്. ഈ ആംഗിൾ ട്രയാങ്കിൾ ABC. കൺസിഡർ എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, ട്രയാങ്കിൾ ABC, റൈറ്റ് ആംഗിൾഡ് അറ്റ്. ഏത് ആംഗിളാണ് റൈറ്റ് ആംഗിൾഡ്? അത് ഫിഗർ കണ്ടാൽ അറിയാം. ആംഗിൾ A is 90 degree. We call that angle as right angle. മട്ടക്കോണം പറയും മലയാളത്തിലെ. മട്ടക്കോണം 90 ഡിഗ്രി അളവിലുള്ളതിനെ നമ്മൾ മട്ടക്കോൺ അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ പദം റൈറ്റ് ആംഗിൾ എന്ന് പറയും. ഒരു റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു മട്ട ത്രികോണം. ഇവിടെ ത്രികോണത്തിന്റെ പേരെന്താണ്? ത്രികോണം ABC. ത്രികോണം ABC. ഈ ത്രികോണത്തിന്റെ പ്രത്യേകത എന്തുവാ? ആംഗിൾ A, ആംഗിൾ B, ആംഗിൾ C, 3 ആംഗിളാണുള്ളത്. അതിൽ ഒരാംഗിള് 90 ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അതിന് റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ട്രയാങ്കിൾ ABC, റൈറ്റ് ആംഗിളുടെ A കോണ് 90 ഡിഗ്രിയാണ്. ഒരു കോണ് 90 ഡിഗ്രി ആയാലും അതിനെ മട്ട ത്രികോണം എന്ന് പറയുന്നു. റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ എന്ന് പറയും. ഈ കോണിന് ആംഗിൾ എക്ക് നേരെ ഓപ്പോസിറ്റ്, ഇതിലെ ഏറ്റവും വലിയ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ A ആണ്. അത് 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രി. അപ്പൊ അതിന്റെ നേരെ എതിർവശത്ത് കിടക്കുന്ന സൈഡിനെ നമ്മൾ ഹൈപ്പോട്ന്യൂസ് എന്ന് വിളിക്കുന്നു. ഹൈപ്പോട്ന്യൂസ് അല്ലെങ്കിൽ അതിന്റെ മലയാളം പദം കർണം. 90 ഡിഗ്രിയുടെ നേരെ എതിർവശത്ത് കിടക്കുന്ന സൈഡ് ഹൈപ്പോട്ന്യൂസ് അല്ലെങ്കിൽ അതിന്റെ മലയാളം ടേം എന്താണ്? കർണം. ഒരു റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട കർണം ഏതാണ്? BC. ഇതിന്റെ നേരെ എതിർവശത്ത് കിടക്കുന്നത് 90 ഡിഗ്രിയുടെ നേരെ എതിർവശത്ത് ഓപ്പോസിറ്റ് സൈഡിൽ കിടക്കുന്ന ഇതിനെ നമ്മൾ ഹൈപ്പോട്ന്യൂസ് അഥവാ കർണം എന്ന് പറയുന്നു. ഒരു റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ ABC in which angle A is 90 degree. If any one of the angle is 90 degree, we call the triangle as right angled triangle or right triangle. We consider a right triangle, triangle ABC, right angled at A. Here the three angles are angle A, angle B and angle C. Angle A, angle B and angle C. Right angled at A. The side which lies opposite to angle 90 degree is, we call that side as hypotenuse. മലയാളത്തിൽ അതിന്റെ ടേം കർണം. ഇവിടെ ഇതിന് നേരെ എതിർവശത്ത് കിടക്കുന്ന ഏതാണ്? BC. AB ഏതൊക്കെയാ സൈഡ്? AB, BC ആൻഡ് CA. AB, ഏതൊരു ത്രികോണത്തിന് 3 വശങ്ങളുണ്ടാവും. 3 വശമുള്ള ഫിഗറിനെയാണ് നമ്മൾ ട്രയാങ്കിൾ അഥവാ ത്രികോണം എന്ന് പറയുന്നത്. ഇവിടുത്തെ 3 സൈഡ് ഏതൊക്കെയാ? AB, BC ആൻഡ് CA. AB, BC ആൻഡ് CA. AB, BC ആൻഡ് CA. Then we consider another angle BOC. We call it as theta. Another angle here we call this angle as theta. Angle B equal to angle A equal to 90 degree and the side lies opposite to 90 degree is hypotenuse. കർണം എന്ന് പറയപ്പെടുന്നു. ഈ ആംഗിൾ ബിക്ക് നമ്മൾ ആംഗിൾ A 90 ഡിഗ്രി ആണ്, റൈറ്റ് ആംഗിൾ ആണ്, മട്ടക്കോണാണ്. 90 ഡിഗ്രി ഉള്ളതിനെ മട്ടക്കോൺ എന്ന് പറയുന്നു. ഇനി ആംഗിൾ ബിക്ക് നമ്മളൊരു പേര് കൊടുക്കുന്നു, തീറ്റ. ആംഗിൾ ബിക്ക് തീറ്റ എന്ന് കൊടുക്കുന്നു. ഇപ്പൊ അവിടെ 3 ആംഗിൾസ് ഉണ്ട്, ആംഗിൾ A, ആംഗിൾ B and ആംഗിൾ C. Then considering this angle B as theta, we study the trigonometric ratios. Then first of all we consider a right angled triangle. We call them as we like. Triangle ABC, triangle XYZ or triangle PQR, any name.
Name of the triangle may be XYZ, PQR, ABC, etc. Then here we consider a right-angled triangle ABC. Right angle, from this figure we can see that angle A is right angle. Right angle means the value of the measure of that angle is 90 degree. Then the side lies opposite to that 90 degree angle. That is, side lies opposite to angle A. We call that side as hypotenuse. കർണം എന്നറിയപ്പെടുന്നു. ഇനി നമ്മൾ ഈ ബി എന്നുള്ള ആംഗിളിന് ഒരു പേര് കൊടുക്കും, തീറ്റ. കൺസിഡറിംഗ് ആംഗിൾ ബി, here there are three angles, angle A, angle B and angle C. Three angles and three sides. In this triangle, in this right triangle, one angle is 90 degree, that is angle A is 90 degree. The side lies opposite to that 90 degree. We call it as that side as hypotenuse. അല്ലെങ്കിൽ കർണം എന്ന് പറയും. 90 ഡിഗ്രിക്ക് നേരെ എതിർവശത്ത് കിടക്കുന്നത് കർണം. ഇനി ആംഗിൾ ബിക്ക് നമ്മൾ ഒരു പേര് കൊടുക്കുന്നു, തീറ്റ. ആംഗിൾ ബിക്ക് ഒരു പേര് കൊടുക്കുന്നു, തീറ്റ. Then considering this theta, this angle B, we study the trigonometric ratios. ഈ തീറ്റയുടെ നേരെ എതിർവശത്ത് കിടക്കുന്ന സൈഡിനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നു. ഈ ആംഗിൾ തീറ്റ കൺസിഡർ ചെയ്യുമ്പോൾ ബി ആണ് തീറ്റ ആയിട്ട് എടുക്കുന്നത്. തീറ്റയുടെ നേരെ എതിർവശത്ത് കിടക്കുന്നതിന് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നു. ഇപ്പൊ രണ്ട് സൈഡായി, ഓപ്പോസിറ്റ് സൈഡും ആയി ഹൈപ്പോട്ടന്യൂസും ആയി. ഇനി തീറ്റയുടെ അടുത്ത് കിടക്കുന്ന സൈഡിനെ നമ്മൾ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നു. അഡ്ജസന്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സമീപവശം. ഇതിന്റെ തൊട്ടടുത്ത് കിടക്കുന്നതുകൊണ്ടാണ് അതിന് ആ പേര് വന്നത്, അഡ്ജസന്റ് സൈഡ്. കൺസിഡറിംഗ് ദ ആംഗിൾ തീറ്റ, ദാറ്റ് ഈസ് ആംഗിൾ ബി, ദ സൈഡ് ലൈസ് ഓപ്പോസിറ്റ് ടു ആംഗിൾ തീറ്റ ഈസ് ഓപ്പോസിറ്റ് സൈഡ്. ഈ തീറ്റയ്ക്ക് നേരെ എതിർവശത്ത് കിടക്കുന്നതിനെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നു. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? നമുക്ക് ഈ ഫിഗർ വെച്ച് എഴുതാമല്ലോ. ഓപ്പോസിറ്റ് സൈഡ് ഈസ് ഇതിന്റെ നേരെ എതിർവശത്ത് കിടക്കുന്ന ഏതാ? AC. AC എന്നോ CA എന്നോ അങ്ങനെ വേണമെങ്കിൽ പറയാം. നമുക്ക് ഈ 90 ഡിഗ്രിയുടെ എതിർവശത്ത് കിടക്കുന്നതിനെ ഹൈപ്പോട്ടന്യൂസ് പറയുന്നു. അതാണ് അതിലെ ഏറ്റവും വലിയ സൈഡ്. റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിളിലെ ലോങ്സ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ദാറ്റ് ഈസ് ദ സൈഡ് ദാറ്റ് ലൈസ് ഓപ്പോസിറ്റ് ടു 90 ഡിഗ്രി. ഓപ്പോസിറ്റ് ടു 90 ഡിഗ്രി, ദാറ്റ് ഈസ് ഹൈപ്പോട്ടന്യൂസ്. മലയാളം പറയുമ്പോൾ കർണം. We get opposite side is AC. The side that lies opposite to 90 degree is hypotenuse. ഈ 90 ഡിഗ്രിക്ക് നേരെ എതിർവശത്ത് കിടക്കുന്നത് ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് ഹൈപ്പോട്ടന്യൂസ്. നമുക്കിപ്പോൾ ഈ മൂന്ന് ടേംസ് വേണം, എന്നാലേ നമുക്ക് ഇത് പഠിക്കാൻ പറ്റൂ. ഹൈപ്പോട്ടന്യൂസ് ഇവിടെ ഏതാണ്? അതിന്റെ പേര് BC. AC, BC, Y. ഇനി വേറൊരു സൈഡ് ഉണ്ടല്ലോ, AB. തീറ്റയോട് തൊട്ടടുത്ത് കിടക്കുന്ന സൈഡ്. ആംഗിൾ തീറ്റ കൺസിഡർ ചെയ്യുമ്പോൾ തീറ്റയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡ് കിടക്കുന്ന എതിർവശം എന്ന് പറയും. ഓപ്പോസിറ്റ് സൈഡ്, അല്ലെങ്കിൽ അതിന് മലയാളത്തിൽ എന്ത് പറയും? എതിർവശം. ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പറയും? കർണം. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന എതിർവശത്ത് കിടക്കുന്നത് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ മട്ടത്രികോണത്തിന്റെ ഏറ്റവും നീളം കൂടിയ വശമാണ്. അതിനെ കർണം എന്ന് പറയുന്നു. 90 ഡിഗ്രിയുടെ എതിർവശത്ത്. ഇനി ഒരു തീറ്റ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ BO CO ഏത് വേണേലും എടുക്കാം നമുക്ക്. We can choose BO C. Then we call this angle B as theta. And considering this theta, the side lies opposite to this theta. Angle B is opposite side. ഈ തീറ്റയ്ക്ക് നേരെ എതിർവശത്ത് കിടക്കുന്ന ഓപ്പോസിറ്റ് സൈഡ് കിടക്കുന്നത് ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡും ആയി ഹൈപ്പോട്ടന്യൂസും ആയി. പിന്നെ വേറൊരു സൈഡ് ഉണ്ടല്ലോ, AB, BC and CA. ABയും കിട്ടി, BC hypotenuse. The side lies opposite to B, opposite side. Then adjacent side. ഈ തീറ്റയുടെ നേരെ അടുത്ത് കിടക്കുന്ന സമീപവശം എന്ന് പറയും മലയാളത്തിൽ. സമീപവശം ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം. അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്നത്. ഈ തീറ്റ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്ത്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡായി, ഹൈപ്പോട്ടന്യൂസ് ആയി, അഡ്ജസന്റ് സൈഡ്. അപ്പൊ 3 ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രിഗ്നോമെട്രിയുടെ ബേസ് ആണിത്. AB. ഒരു മട്ടത്രികോണം കൺസിഡർ ചെയ്യുക. മട്ടത്രികോണം മീൻസ് റൈറ്റ് ട്രയാംഗിൾ. റൈറ്റ് ആംഗിളുടെ ട്രയാംഗിൾ. റൈറ്റ് ട്രയാംഗിൾ ഇൻ വിച്ച് വൺ ആംഗിൾ ഈസ് 90 ഡിഗ്രി.
Then consider ABC, in which here A is 90 degree and the side lies opposite to angle A is hypotenuse. കാരണം ഏറ്റവും നീളം കൂടിയ വശം വട്ടത്രികോണത്തിലെ ഏറ്റവും നീളം കൂടിയ വശം 90 ഡിഗ്രിക്ക് നേരെ എതിർവശത്ത് കിടക്കുന്നു. ഇനി നമ്മൾ തീറ്റ B, we consider B or C as theta. Here we consider from this figure theta. The side opposite to lies opposite to theta. ആംഗിൾ ബിക്ക് നേരെ എതിർവശത്ത് കിടക്കുന്നത് ഓപ്പോസിറ്റ് സൈഡ്, എതിർവശം. തീറ്റ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ എതിർവശം ഓപ്പോസിറ്റ് മീൻസ് എതിർവശം, എതിർ സൈഡിലാണ്. ഇനി വേറെ സൈഡുണ്ട്, ഹൈപ്പോട്ടന്യൂസുമായി ഓപ്പോസിറ്റ് സൈഡുമായി. ഇനി നമുക്ക് വേറെ ടേമുകളാണ് അഡ്ജസന്റ് സൈഡ്. കൺസിഡറിംഗ് ദിസ് ആംഗിൾ തീറ്റ, the side lies closest to B. ഈ ബി എന്ന ആംഗിൾ, തീറ്റ എന്ന ആംഗിളിന് തൊട്ട് സമീപത്തായിട്ട് കിടക്കുന്നതുകൊണ്ട് നമ്മൾ സമീപവശം അല്ലെങ്കിൽ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നു. We recollect we consider a right angle triangle, triangle ABC, right triangle ABC in which angle A is 90 degree and the side opposite to 90 degree is hypotenuse. From this figure we write hypotenuse. Hypotenuse അല്ലെങ്കിൽ അതിന്റെ മലയാളം പദം എന്താണ്? കർണം എന്ന് പറയുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഏതാ? BC, ഓപ്പോസിറ്റ് സൈഡ് കിടക്കുന്ന ഹൈപ്പോട്ടന്യൂസ് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് കിടക്കുന്നത് കർണം, ഹൈപ്പോട്ടന്യൂസ്. ഇനി നമുക്ക് ഒരു തീറ്റ ആംഗിൾ we consider B or C as theta. Here we consider in this figure B. Then the side lies opposite to angle B, considering theta. That is, എതിർവശത്ത് കിടക്കുന്ന സൈഡിനെ എതിർവശം എന്ന് പറയുന്നത്. തീറ്റ എന്ന ആംഗിളിന്റെ നേരെ എതിരിലാണ് കിടക്കുന്നത്, ഓപ്പോസിറ്റ് സൈഡിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ ഏതാ? AC or CA, ഓപ്പോസിറ്റ് സൈഡ് AC or CA, AB, BC and CA. Then hypotenuse, opposite side and the side lies closest to angle theta. ഇതിനോട് അടുത്ത് കിടക്കുന്ന ഒരു സൈഡ് ഉണ്ട്, തൊട്ടടുത്ത് കിടക്കുന്നത്. The side lies closer to angle B, that is AB. We call that side as adjacent side. ഇതിനോട് തീറ്റ എന്ന ആംഗിളിനോട് തൊട്ടടുത്ത് കിടക്കുന്ന side, adjacent side. AB is adjacent side. For study trigonometry, these terms are very important. Basics. Today I am teaching the basics of trigonometry. That is very important topic in high school classes. If we know the basics clearly, thoroughly, then we can continue the class part by part. Next class, adjacent side. Then you have had sin theta, cos theta, tan theta. This we call this as trigonometric ratios. ത്രികോണമിതി അംശബന്ധങ്ങൾ. ട്രിഗണോമെട്രി, അതിന്റെ മലയാളം ത്രികോണമിതി അംശബന്ധങ്ങൾ. ത്രികോണമിതി അംശബന്ധങ്ങൾ, അതിന് ഇംഗ്ലീഷ് എന്ന് പറയും? ട്രിഗണോമെട്രിക് റേഷ്യോസ്. ട്രിഗണോമെട്രിക്, അതുമായിട്ട് ബന്ധപ്പെട്ട പഠനത്തെയാണ് നമ്മൾ ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. ട്രിഗണോമെട്രിക് റേഷ്യോസ്, സൈൻ തീറ്റ, കോസ് തീറ്റ ആൻഡ് ടാൻ തീറ്റ. Then considering sin theta, cos theta and tan theta, sin theta ഒരു എതിർ മെഷർ ഉണ്ട്, അതെന്ന് പറയുന്നത് cosec ആണ്. Sin theta and cosec theta are opposite trigonometric measures. Cos theta and sec theta are opposite trigonometric measures. Cosന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് sec. Tan theta and cot theta are opposite trigonometric ratios. Sin theta and cosec theta are opposite ratios. Cos theta and sec theta are opposite ratios. And tan theta and cot theta are opposite. അത് മനസ്സിലാക്കിയിരിക്കുക. ടാനിന്റെ ഓപ്പോസിറ്റ് കോട്ട്. ഓക്കെ, 3 സൈഡ് കിട്ടി. റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ 3 സൈഡ് കിട്ടി. ഹൈപ്പോട്ടന്യൂസ്, ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസന്റ് സൈഡ്. ഇനി അത് വെച്ചിട്ട് ഈ റേഷ്യോസ് പഠിക്കും. അതിന്റെ ഫോർമുല ഉണ്ട്. AB, BC and AC. The opposite side
സി എ. സൈൻ തീറ്റയ്ക്ക് ഒരു ഫോർമുല ഉണ്ട്. സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. ഫിഗറിൽ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? സി എ. സി എ ബൈ ഹൈപ്പോട്ന്യൂസ് ഏതാ? ബി സി. നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് സി എ ബൈ ബി സി. ഇത് സൈൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ കൊസീക്ക് എഴുതാം. അത് നേരെ അങ്ങ് തിരിച്ചിട്ടാൽ മതി. സൈനും കൊസീക്കും ഓപ്പോസിറ്റ് റേഷ്യോസ് ആണ്. ഹൈപ്പോട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് നേരെ തിരിച്ചിട്ടാൽ മതി. ഹൈപ്പോട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ദാറ്റ് ഈസ് ഇവിടെ സി എ ബൈ ബി സി ആണെങ്കിൽ നേരെ തിരിച്ചിടും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ബി സി ബൈ സി എ. സൈൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൊസീക്ക് എളുപ്പമാണ്. രണ്ടും ഓപ്പോസിറ്റ് റേഷ്യോ ആണെന്ന് മനസ്സിലാക്കുക. കോസ് തീറ്റ ഈക്വൽ ടു ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണെങ്കിൽ കോസ് തീറ്റ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. അഡ്ജസന്റ് സൈഡ് ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എ ബി ബൈ ഹൈപ്പോട്ന്യൂസ് ബി സി. അഡ്ജസന്റ് ഓപ്പോസിറ്റ് ഹൈപ്പോട്ന്യൂസ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോസ് തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ സീക് തീറ്റ എഴുതാൻ പറ്റും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. സീക്ക് ഈക്വൽ ടു സീക് തീറ്റ. കോസ് ആൻഡ് സീക്ക് ആർ ഓപ്പോസിറ്റ് റേഷ്യോസ്. സൈൻ ആൻഡ് കൊസീക്ക് ആർ ഓപ്പോസിറ്റ് റേഷ്യോസ്. സീക് തീറ്റ ഈക്വൽ ടു നേരെ തിരിച്ചിടുക ഹൈപ്പോട്ന്യൂസ് ബൈ അഡ്ജസന്റ്. ഇവിടെ കണ്ടു വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെ നേരെ എതിരാണെന്ന് ഓർത്താൽ മതി. ഈക്വൽ ടു ബി സി ബൈ എ ബി. അത് നേരെ തിരിച്ചിട്ടാൽ മതി. കോസ് കണ്ടു കഴിഞ്ഞാൽ ഇത് എളുപ്പമാണ്. നമുക്ക് ടാൻ തീറ്റ സൈൻ തീറ്റ കിട്ടി. അതിന്റെ ഓപ്പോസിറ്റ് സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് സി എ ബൈ ബി സി. ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ സി എ, ബി സി ഹൈപ്പോട്ന്യൂസ്. അത് നേരെ തിരിച്ചിടുക കൊസീക് തീറ്റ. Hypotenuse by opposite side. Next we have to study tan theta. Tan theta equal to ഒരു പ്രധാനപ്പെട്ട റിലേഷൻ ഉണ്ട്. sin theta by cos theta. Tan theta equal to sin theta by cos theta. And cot theta equal to അതിന്റെ നേരെ റിവേഴ്സ് cos theta by sin theta. നേരെ തിരിച്ചിട്ടാണ്. Tan theta equal to sin theta by cos theta. അത് പഠിക്കുക. cos theta equal to cot theta equal to അത് നേരെ തിരിച്ചിട്ടോ cos theta by sin theta. Tan theta equal to opposite side by sin the opposite by hypotenuse by adjacent by hypotenuse. Hypotenuse cut ആയിട്ട് എന്നിട്ട് opposite side by adjacent side. Opposite side is we call this as CA by adjacent side AB. CA by AB. Tan theta കണ്ടു കഴിഞ്ഞാൽ cot theta കാണും. നേരെ തിരിച്ചിട്ടാണ് cot theta equal to CA by AB. അത് തിരിച്ചിടുക AB by CA. നേരെ തിരിച്ചിടുക. Tan theta and cot theta are opposite trigonometric ratios. Sin and cosec are opposite trigonometric ratios. Cos and sec are opposite trigonometric ratios. Recollecting the terms, the preliminary the basics of trigonometry. Consider a right angle triangle, a right angle at A, triangle ABC, right triangle ABC, right angle at A. The side opposite to A is hypotenuse. Then consider another angle B as theta. Then considering this theta, the side lies opposite to B is theta is opposite side, and the side lies closer to B is adjacent side. സമീപ വശം. നമുക്ക് ഇത് പഠിച്ചു ചെയ്യാം. Sin theta equal to opposite side by hypotenuse. Equal to opposite side ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ CA by BC. സൈൻ എഴുതുമ്പോൾ തന്നെ നമുക്ക് കൊസീക്കും എഴുതാം. കാരണം കൊസീക് തീറ്റ നേരെ തിരിച്ചിട്ടാണ് BC by CA എന്ന് പറയാം. ഹൈപ്പോട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ്. സൈനും കോസീക്കും ഓപ്പോസിറ്റ് റേഷ്യോസ് ആയതുകൊണ്ട് നേരെ തിരിച്ചിട്ടാണ്. ഇനി കോസ് തീറ്റ ഈക്വൽ ടു
adjacent side by hypotenuse. കോസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ സീക്ക് എളുപ്പമാണ്. അത് നേരെ തിരിച്ചിട്ടാണ്. അഡ്ജസ്റ്റന്റ് സൈഡ് ഇവിടെ ഇത് എഴുതിയിട്ടുണ്ടല്ലോ, എ ബി ബൈ ഹൈപ്പോട്ടന്യൂസ് ബി സി. എ ബി ബൈ ബി സി ആണ്. അപ്പൊ സീക്ക് തീറ്റ നേരെ എതിര് വരും. ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസ്റ്റന്റ് ഇത് നേരെ അങ്ങ് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ബി സി ബൈ എ ബി. സൈൻ തീറ്റ ആൻഡ് കൊസീക് തീറ്റ ആർ ഓപ്പോസിറ്റ് ട്രിഗണോമെട്രിക് റേഷ്യോസ്. കോസ് തീറ്റ ആൻഡ് സീക്ക് തീറ്റ. കോസ് തീറ്റ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് സീക്ക്. Then tan theta. Tan theta equal to, you have to by heart this formula, sin theta by cos theta, or sin theta that we know opposite side by hypotenuse divided by adjacent side by sin theta, opposite side by side hypotenuse, we know that, adjacent by hypotenuse, that's equal to opposite side by hypotenuse. നേരെ ഇത് ഫ്രാക്ഷൻ വെച്ച് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നേരെ തിരിച്ചിട്ട് ഇൻഡ് ചെയ്താൽ മതി. അതായത് തിരിച്ചിടുക, ഹൈപ്പോട്ടന്യൂസ് ബൈ adjacent side, that is hypotenuse we cut. That is tan theta equal to, and we cut this, tan theta equal to opposite side by adjacent side, that is equal to, here the opposite side is CA and adjacent side is AB. Here we get tan theta as CA by AB. Then here we get tan theta is CA by AB, opposite by adjacent. Tan theta equal to CA by AB. Then when we get tan theta CA by AB, then tan theta and cot theta are opposites. Then reverse that, AB by CA. നേരെ തിരിച്ചിടുക. CA by AB ആണെങ്കിൽ AB by CA. Then we call these measures sin theta, cos theta, tan theta, etc. are trigonometric ratios. Sin theta and cosec theta are opposite trigonometric ratios. Cos theta and sec theta are opposite trigonometric ratios. Tan theta and cot theta. Then you have to study some formula. Sin square theta plus cos square theta equal to 1. Sin square theta plus, by heart this formula. Square theta equal to 1. Tan theta equal to sin theta by cos theta. From this identity we write in the problems, prove that problem, sin square theta equal to 1 minus cos square theta. We write sin square in terms of cos, and cos square, from this identity we write that cos square theta equal to 1 minus sin square theta. Sin square theta plus cos square theta equal to 1. Tan theta equal to sin theta by cos theta. Cot theta equal to, നേരെ തിരിച്ചിടുക, cos by sin. tan അടിച്ചു കഴിഞ്ഞാൽ മറ്റേത് നേരെ തിരിച്ചിട്ടാണ്. അതുപോലെ sin theta equal to 1 by cosec theta, നേരെ ഓപ്പോസിറ്റ് റേഷ്യോ ആയതുകൊണ്ട് തിരിച്ചു എഴുതാം. cosec theta equal to 1 by sin theta. cos theta equal to 1 by sec theta. കാരണം എന്താ, കോസും സീക്കും ഓപ്പോസിറ്റ് റേഷ്യോസ് ആണ്. sec theta equal to 1 by cos theta. അതുപോലെ എഴുതാം, ടാനും കോട്ടും ഓപ്പോസിറ്റ് റേഷ്യോസ് ആണ്. tan theta equal to 1 by cot theta and cot theta equal to 1 by tan theta. തിരിച്ചു മറിച്ച് എഴുതാം, കാരണം ടാനും കോട്ടും ഓപ്പോസിറ്റ് റേഷ്യോസ് ആണ്, സൈനും കൊസീക്കും ഓപ്പോസിറ്റ് റേഷ്യോസ് ആണ്, കോസും സീക്കും ഓപ്പോസിറ്റ് റേഷ്യോസ് ആണ്. To by heart these formulas, sin square theta plus cos square theta equal to 1. Sin square theta plus cos square theta equal to 1. From this identity we can write sin square theta equal to 1 minus cos square theta. In prove that problems we have to substitute the value of sin square as 1 minus cos square and cos square as 1 minus sin square. Cos square theta equal to 1 minus sin square theta and tan theta equal to sin theta by cos theta. If you know tan theta, we can write cot theta. Cot equal to
cos by sin. And sin theta equal to 1 by cosec, because sin and cosec are opposite. തിരിച്ചു എഴുതാം. cosec theta equal to 1 by sin theta, and cos and sec are opposite. cos theta equal to 1 by sec theta, and sec theta equal to 1 by cos theta. Then we have to by heart another trigonometric identities. Sec square theta minus tan square theta equal to 1. First of all, we have studied sin square theta plus cos square theta equal to 1. Sec square theta minus tan square theta equal to 1, and cosec square theta minus cot square theta equal to 1. Three ratios in this box. You can by heart this formula. Sin square theta plus cos square theta equal to 1. Sec square theta minus tan square theta equal to 1. Cosec square theta minus cot square theta equal to 1. From this identity we write sin square theta equal to 1 minus cos square theta from the first identity, and cos square theta equal to 1 minus sin square theta. First of all, we have to by heart this formulas. Then, and from this second identity, sec square theta equal to 1 plus tan square theta. You have to by heart these three formulas. Then, by applying these formulas, you have to do so many problems. Very easy topic. Understanding the topic thoroughly, trigonometry is an easy, very easy topic. And then from the third identity, cosec square theta equal to 1 plus cot square theta. Tan theta equal to sin theta by cos theta. Cot theta equal to cos theta by sin theta. Sin theta and cosec theta are opposite ratios. Therefore, sin theta equal to 1 by cosec theta. Cosec theta equal to 1 by sin theta. Cos theta and sec theta are opposite ratios. Therefore, we can write cos theta equal to 1 by sec theta and sec theta equal to 1 by cos theta. Then you have to by heart these three identities, trigonometric identities, very important identities. By using this, from the formula sin square theta plus cos square theta equal to 1, we can write sin square theta in terms of cos square theta 1 minus then this cos square theta up to RHS becomes plus cos square theta minus sin square theta equal to 1 minus cos square theta. Cos square theta equal to 1 minus sin square theta. പ്രോബ്ലത്തിൽ ഏതാണോ പ്രൂവ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് ഈ ഫോർമുല ബൈ ഹാർട്ട് ആക്കി വെച്ചാൽ ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ തുടരുന്നതാണ്. ലൈവായിട്ട് ക്ലാസ് എടുക്കുന്നതാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ട്രിഗണോമെട്രി പഠിക്കാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നതാണ്. ക്ലാസ്സിൻ്റെ ടൈമും ഒക്കെ ഞാൻ ഷെഡ്യൂൾ ചെയ്യുന്ന വീഡിയോ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെയേറെ പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ആവശ്യമുള്ള എല്ലാ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്ലാസ്സുകൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്ന് ഇതുപോലെയുള്ള ധാരാളം ലൈവ് ക്ലാസ്സുകൾ ഞാൻ ഫ്രീമാസിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. 2500 പരം വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലൈവ് അല്ല, അല്ലാതെ ട്രിഗണോമെട്രി, മെട്രിക്സ്, അങ്ങനെ കുറേ ടോപ്പിക്കുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി തുടർന്നും ക്ലാസ്സുകൾ തുടരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.